ഒരിക്കലും ചിത്രങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെൽഫികളില്ല, ആഘോഷങ്ങളില്ല, അപ്ഡേറ്റുകളില്ല. ശ്രദ്ധ നേടുന്ന ഒരു ലോകത്തിൽ ഈ ആളുകൾ മിക്കവാറും അദൃശ്യരാണെന്ന് തോന്നുന്നു. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് പെരുമാറ്റം യാദൃച്ഛികമല്ലെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ അവരുടെ ആത്മവിശ്വാസം, മാനസികാവസ്ഥ, വൈകാരിക ബുദ്ധി എന്നിവയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം നമുക്ക് തകർക്കാം. 1. ജനപ്രീതിക്ക് മുകളിൽ സ്വകാര്യത. അപൂർവമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉയർന്ന സ്വകാര്യതയുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഓറിയന്റേഷൻ. അതിനർത്ഥം മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ നിയന്ത്രണം വിലമതിക്കുന്നു എന്നാണ്. അവർ സാമൂഹിക വിരുദ്ധരല്ല. അവർ അവരുടെ മാനസിക ഇടം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മിക്ക ആളുകളും ലൈക്കുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും സാധുത തേടുമ്പോൾ അവർ സ്വയം മൂല്യനിർണ്ണയത്തെ ആശ്രയിക്കുന്നു. അവർക്ക് സന്തോഷം തോന്നാൻ അവരുടെ ജീവിതം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അത് ആന്തരിക സുരക്ഷയുടെ സൂക്ഷ്മമായ അടയാളമാണ്. 2. ശക്തമായ സ്വയം അവബോധം. സ്വയമാശയ വ്യക്തതയെക്കുറിച്ചുള്ള ഗവേഷണം കാണിക്കുന്നത് ഓൺലൈനിൽ കുറച്ച് പങ്കിടുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ ആരാണെന്നതിനെക്കുറിച്ച് ശക്തമായ ധാരണയുണ്ടെന്നാണ്. ബാഹ്യ അനുമതി ആവശ്യമില്ലാതെ അവരുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് പ്രധാനമെന്ന് അവർക്കറിയാം. ഇത് ട്രെൻഡുകൾ പിന്തുടരുന്നതിനോ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നതിനോ ഉള്ള സാധ്യത കുറയ്ക്കുന്നു. അവരുടെ സന്തോഷം ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. 3. വൈകാരികമായി സുരക്ഷിതം. കുറച്ചുകൂടി പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും സുരക്ഷിതമായ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിജീവിക്കാൻ ശ്രദ്ധ ആവശ്യമില്ലാത്ത ഒരു തരം ആത്മവിശ്വാസം. അവർക്ക് ഇതിനകം തന്നെ പൂർണ്ണത അനുഭവപ്പെടുന്നതിനാൽ അവരുടെ മൂല്യം തെളിയിക്കാൻ അവർ സെൽഫികൾ പോസ്റ്റ് ചെയ്യുന്നില്ല. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ എന്നാണ്. വൈകാരിക സന്തുലിതാവസ്ഥ ഉത്കണ്ഠ കുറവാണ്, അംഗീകാരം തേടുന്നത് കുറവാണ്, യഥാർത്ഥ ലോക ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 4. ആഴത്തിലുള്ള ചിന്തകർ, പ്രദർശനങ്ങളല്ല. ഓൺലൈനിൽ നിശബ്ദരായിരിക്കുന്ന ആളുകൾ പലപ്പോഴും കൂടുതൽ ആത്മപരിശോധന നടത്തുന്നു. സംസാരിക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുകയും എന്തെങ്കിലും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളപ്പോൾ മാത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മൂല്യനിർണ്ണയത്തിന്റെ ആന്തരിക സ്ഥാനം എന്ന് വിളിക്കുന്ന ഒരു വൈജ്ഞാനിക സ്വഭാവത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അതിനർത്ഥം അവർ മറ്റുള്ളവരെയല്ല, സ്വന്തം നിലവാരങ്ങൾക്കനുസൃതമായി സ്വയം വിലയിരുത്തുന്നു എന്നാണ്.